കാലവർഷം എത്തും മുൻപേ മെയ് മാസത്തിൽ തന്നെ ശക്തമായ മഴ സംസ്ഥാനത്തെമ്പാടും പെയ്തു തുടങ്ങി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ കൊടും ചൂട് സംസ്ഥാനത്താകെ കടുത്ത വരൾച്ചയുണ്ടാക്കുമെന്ന് ആശങ്കപ്പെട്ടിടത്താണ് ഈ ആശ്വാസമഴ. വേനൽ മഴ ലഭിക്കേണ്ട മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കൊടും ചൂട് മാത്രമാണ് സംസ്ഥാനത്തുണ്ടായത്. എന്നാൽ ആ കുറവ് അപ്പാടെ പരിഹരിക്കുന്ന മഴയാണ് മെയ് മാസത്തിൽ ഇതുവരെ പെയ്തത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴയിലെ കുറവ് 60%. 140 മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്ത് പെയ്തത് 52 മില്ലിമീറ്റർ മാത്രം മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 60%-ലേറെയും കോഴിക്കോട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ 50%-ലേറെയും കുറവ് മഴയാണ് ഇതുവരെ. എന്നാൽ മെയ് തുടക്കത്തിൽ പരക്കെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി. വേനൽ മഴയുടെ കണക്ക് മാർച്ച് മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ ആകെ കുറവ് 40%-ആയി കുറഞ്ഞു. 233 മില്ലിമീറ്റർ വേണ്ടിടത്ത് ഇതുവരെ 139 മില്ലിമീറ്ററിലേറെ മഴ പെയ്തു. വേനൽ മഴ 2 ആഴ്ച കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ വേനൽ മഴയിൽ വലിയ കുറവ് വരില്ലെന്ന് കരുതാം. ശക്തമായ വേനൽ മഴയ്ക്ക് കാരണം തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്ക് മുകളിലായുള്ള ചക്രവാത ചുഴിയാണ്. ഇതിന്റെ സ്വാധീനം അടുത്ത ഒരാഴ്ച കൂടി കേരളത്തിൽ ശക്തമായ മഴ പെയ്യിക്കും. വേനൽ മഴ ഏറ്റവും കുറഞ്ഞ വടക്കൻ ജില്ലകളിലും ഈ ഒരാഴ്ച മഴ കനക്കുമെന്നാണ് പ്രതീക്ഷ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലയളവിൽ 2018.6 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത്. കാലവർഷം ദുർബലമായ 2023-ൽ 34% മഴ കുറഞ്ഞു. എന്നാൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇത്തവണയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു. വേനൽ മഴയ്ക്കൊപ്പം തന്നെ ഇത്തവണ കാലവർഷവും എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടൽ. മെയ് 31-ന് കേരളത്തിൽ ഇടവപ്പാതി പെയ്തു തുടങ്ങുമെന്നാണ് പ്രവചനം. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇത്തവണ കാലവർഷത്തിൽ ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്.